നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ബാബേൽ രാജാവായ ബെൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങളുണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ച് പറഞ്ഞതെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശം കഴുകൻ ചിറകുള്ളതായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. അതിന് നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മാനുഷ ഹൃദയവും കൊടുത്തു. രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചും പിടിച്ചുകൊണ്ട് നിന്നു. അവർ അതിനോട്, എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായു ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുവൻ ഇരുന്ന്, അവന്റെ വസ്ത്രം ഹിമം പോലെ വെള്ളയും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്ന് ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിൽ ഇതിനെ നശിപ്പിച്ച തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദസ്സനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്ത് വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ച് പോകാത്തതും ആകുന്നു. ദാനിയേൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്ന് അവനോട് ഈ എല്ലാറ്റിന്റെയും സാരം ചോദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ചെന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. ബെൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേലിന് ദൈവം സ്വപ്നത്തിലൂടെ ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകിയതിന്റെ വിവരണമാണ് 7-ാം അധ്യായം. 4 ഭാഗത്തു നിന്നും മഹാസമുദ്രത്തിലേക്ക് കാറ്റടിച്ചപ്പോൾ സമുദ്രത്തിൽ നിന്ന് 4 മൃഗങ്ങൾ കയറി വന്നു. ഒന്നാമത്തേതിന് സിംഹമുഖം, രണ്ടാമത്തേതിന് കരടിമുഖം, മൂന്നാമത്തേത് പുള്ളിപ്പുലിക്ക് സദൃശം, 4-ാമത്തേത് ഒരു ഘോരമൃഗം. അതിന് 10 കൊമ്പുണ്ട്, ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കൊമ്പുകൂടെ മുളച്ചു വന്നു. എന്നാൽ 10-ൽ 3 കൊമ്പ് പിഴുതുപോയി. കൊമ്പുകൾ വമ്പു പറയുന്നതായിരുന്നു. പിന്നീട് കണ്ടത് ന്യായാസനങ്ങളും
അതിലൊരു വയോധികൻ ഇരിക്കുന്നതുമാണ്. വയോധികന്റെ വസ്ത്രം ഹിമം പോലെ വെണ്മയും തലമുടി നിർമ്മലമായ ആട്ടിനുമം പോലെയും സിംഹാസനം അഗ്നിജ്വാല പോലെയും രഥചക്രങ്ങൾ കത്തുന്ന തീ പോലെയും ആയിരുന്നു. ഒരു അഗ്നി നദി അദ്ദേഹത്തിന് മുമ്പിലൂടെ ഒഴുകിയിരുന്നു. എണ്ണിക്കൂടാത്ത പുരുഷാരം അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു. ന്യായവിസ്താര സഭയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു. മൃഗം കൊല്ലപ്പെടുത്തിക്കിരയായി. ബാക്കി മൃഗങ്ങൾ കുറെ കാലം കൂടി ആധിപത്യം നടത്തി. ഈ മൃഗങ്ങളെല്ലാം ലോകത്തിലെ വ്യത്യസ്ത ഭരണത്തെ കാണിക്കുന്നവ ആയിരുന്നു. 13-ാം വാക്യം, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദസ്യനായവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ദാനിയേൽ കണ്ടു. അവന് നിത്യരാജ്യത്വം ലഭിച്ചു. അത് കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിൽ ദൈവരാജ്യം ഇവിടെ സംഭവിക്കുന്നതാണ്. ലോകത്തിലെ സകല ഭരണവും ദൈവരാജ്യത്തിനെതിരാണ്. വിദ്യാഭ്യാസം, തൊഴില്, ധനം, മതം തുടങ്ങിയവ കൊണ്ടൊക്കെ ലോകത്തെ നന്നാക്കാം എന്നാണ് അവർ കരുതുന്നത്. അത് തികച്ചും പോഷത്വമാണ്. എന്നാൽ യേശു ഇവിടെ വന്ന് വെള്ളത്തെ വീഞ്ഞാക്കി, വെള്ളത്തിന് മേലെ നടന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച് മരിച്ചവർക്ക് ജീവൻ നൽകി, രോഗികൾക്ക് സൗഖ്യം നൽകി, മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും മരിച്ചവരെയും ഒക്കെ നിയന്ത്രിച്ച യേശു മടങ്ങി വരികയും ഇവിടെ സമത്വ സുന്ദരവും സൗഭാഗ്യ സമ്പൂർണവുമായ, അതായത് ക്ഷാമമോ രോഗമോ ഭൂകമ്പമോ പകർച്ചവ്യാധിയോ യുദ്ധമോ ഇല്ലാത്ത സമാധാന സമ്പൂർണമായ ദൈവരാജ്യം സ്ഥാപിക്കും. യേശു വരാറായി. അതിന്റെ അടയാളങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ ദൈവം ഏവരെയും ഒരുക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.